അന്ന് രാത്രി സംഭവിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനും എൻ്റെ 4 കൂട്ടുകാരും കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ തുടങ്ങിയത് നമ്മുടെ ഓണം അവധിക്കാലത്തായിരുന്നു. നമുക്ക് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ സ്കൂളിലെ ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. പല ദിവസങ്ങളും ഒന്നും ചെയ്യാതെ കടന്നുപോയി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അധികം അടുത്തുമല്ല, അധികം ദൂരവുമല്ല. അതെ, ആ പഴയ തടാകത്തിലേക്ക് പോവുക. മുന്നേ പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് പ്രേതബാധ ഉണ്ടെന്നോ അങ്ങനെ പലതും. കഴിഞ്ഞ വർഷം അവിടേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചതാണ്. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ്റെ മുത്തശ്ശൻ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ പോകാൻ സാധിച്ചില്ല. നാട്ടുകാര് പറയുന്നത് കാലങ്ങളായി ആ ഒരു തടാകത്തിലേക്ക് ആരും പോയില്ല എന്നാണ്. ആ ഒരു സ്ഥലത്ത് എന്തോ ശാപമുണ്ടത്രേ. ആ തടാകത്തിൽ ആരോ മരണപ്പെട്ടു. അതിനുശേഷം അവിടേക്ക് ആരും പോകാറില്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ അതിലൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ആ ദിവസം എല്ലാം മാറ്റിമറിച്ചു. സമയം ഏകദേശം വൈകുന്നേരം 5:30 ആകാറായി. ഞാൻ എൻ്റെ 4 കൂട്ടുകാരോടൊപ്പം പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ എൻ്റെ അച്ഛൻ്റെ കാറിൽ അവിടെ എത്തി. ആ ഒരു സ്ഥലം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് വേറെ തന്നെ ഒരു ലോകം പോലെയായിരുന്നു. നമ്മളെ ആരെ നോക്കുന്നത് പോലെ നമുക്ക് തോന്നി. പക്ഷേ എവിടെ നോക്കിയിട്ടും ആരെയും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ നമ്മൾ ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടു. മുന്നേ കണ്ടതുപോലെ ആയിരുന്നില്ല. തടാകം കാണാൻ സുന്ദരമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തടാകത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വെള്ളത്തിലേക്ക് ഇറങ്ങി കല്ലൊക്കെ എറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപൂർവമായ സമയമായിരുന്നു ആ സമയങ്ങൾ കടന്നുപോയത്. നമ്മൾ സെൽഫീസ് എടുത്തു. മുങ്ങി നീന്താൻ തുടങ്ങി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയമായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള മനു അത് കണ്ടത്. അവൻ ചിരിക്കുന്നത് നിർത്തി. അതിനുശേഷം അക്കരയിലേക്ക് നോക്കാൻ തുടങ്ങി. എടാ, അതാരാണ്? മനു പറഞ്ഞു. ഞാൻ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി. അപ്പോഴാണ് ഞാനും അത് കണ്ടത്. അപ്പുറത്തെ സൈഡിൽ ആരോ ഉണ്ടായിരുന്നു. നമ്മുടെ വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5. അതെ, നമ്മൾ 5 പേരുണ്ടല്ലോ. അപ്പോൾ അതാരാണ്? അവന് വസ്ത്രമൊന്നുമില്ല. അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെയും നോക്കി. ഞാൻ കൈ ഉയർത്തി അവനോട് ഹായ് കാണിക്കുന്നത് പോലെ ആക്കി. പക്ഷെ അവൻ അനങ്ങിയില്ല. എൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് ശരിയല്ലാത്തതുപോലെ തോന്നി. ആ സമയമായിരുന്നു അജയ്, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലി, അലറിക്കൊണ്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങിയത്. എന്താണ് നീ അവിടെ തനിച്ചു നിൽക്കുന്നത്? നീ നമ്മുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് നീന്താം. പക്ഷെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. നല്ല കാടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ വീടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഇവൻ ഇവിടുത്തെ ഗ്രാമവാസി അല്ല എന്നാണ്. ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്താൻ അവിടെ വെറുതെ നിൽക്കുന്നതായിരിക്കും. ആ സമയം അവനെ പ്രകോപിക്കാൻ നമ്മുടെ കൂട്ടത്തിലെ പലരും പലതും പറഞ്ഞു. എല്ലാ ആൾക്കാരും തമാശയായി പറഞ്ഞതാണ്. ആ സമയമാണ് അർജുൻ പറഞ്ഞത്, എടാ നീ ഒരു ഡൈവ് അടിച്ച് കാണിച്ച. ആ സമയമായിരുന്നു പെട്ടെന്ന് അത് സംഭവിച്ചത്. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അത് സാധാരണ ഒരു ഡൈവ് ആയിരുന്നില്ല. കുറച്ചു സമയം നമ്മൾ അവിടെ തന്നെ നിന്നു. പക്ഷെ അവനെ കാണാൻ സാധിച്ചില്ല. അപ്പോഴായിരുന്നു നമ്മൾ കുറച്ചുകൂടെ അടുത്തേക്ക് പോയത്. ആ സമയമായിരുന്നു അത് സംഭവിച്ചത്. വെള്ളത്തിൽ നിന്നും ഒരു രൂപം ഉയർന്നു വന്നു. അതെ, അത് അവൻ തന്നെയാണ്. അതിനുശേഷം അവൻ വെള്ളത്തിലൂടെ ഓടാൻ തുടങ്ങി. നമ്മൾ ഭയന്ന് വിറച്ചു. അവന്റെ കാല് അവിടെ മുട്ടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള കാഴ്ച കാണുന്നത്. നമ്മൾ അലറിക്കൊണ്ട് ഓടി. നമ്മൾ എത്ര ദൂരം ഓടിയെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ കാറിന്റെ അടുത്തേക്ക് എത്തി. കാറിന്റെ വാതിൽ തുറന്നു. എല്ലാ ആൾക്കാരും ഉള്ളിൽ കയറി. നമ്മൾ വിൻഡോയിലൂടെ പുറത്തു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു വണ്ടിയുടെ മുകളിൽ നിന്നും ആരോ ശക്തമായി അടിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടത്. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി. പക്ഷേ സ്റ്റാർട്ട് ആകുന്നില്ല. നമ്മളെല്ലാ ആൾക്കാരും അവൻ നമ്മളെ കാണാതിരിക്കാനായി കുനിഞ്ഞിരുന്നു. വണ്ടിയുടെ താഴെ കിടക്കുകയും ചെയ്തു. നമ്മൾ പല ശബ്ദങ്ങളും കേട്ടു. കരയുന്ന ശബ്ദങ്ങൾ, അങ്ങനെ പലതും. ഇപ്പോഴും വണ്ടിയിലെ ശക്തമായ മുട്ടൽ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു വണ്ടിയുടെ വിൻഡോയിൽ സ്ക്രാച്ച് വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഉറപ്പിച്ചു, ഇനി നമുക്ക് 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തത് തോൽവി സമ്മതിച്ച് ക്രൂരമായ രീതിയിൽ മരിക്കുക, അല്ലെങ്കിൽ അവസാനമായി വണ്ടി സ്റ്റാർട്ടാക്കി രക്ഷപ്പെടുക. അങ്ങനെ ഞാൻ അവസാനമായി ശ്രമിച്ചു.
ദൈവം നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് തോന്നി. വണ്ടി അങ്ങനെ സ്റ്റാർട്ടായി. പറ്റുന്ന അത്രയും സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ചു. ബാക്കിലൂടെ ആരോ ഓടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിച്ചു. പക്ഷെ ആരും പിറകിലേക്ക് നോക്കിയില്ല. അങ്ങനെ അവസാനം ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടിലെത്തി. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അത് മനുഷ്യനല്ല, അതുകൂടാതെ ഒരു ജീവിയും അല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ അനുഭവം പരസ്പരം പറയാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അജയ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞത്. അവൻ ആ ഒരു രൂപത്തിന്റെ മുഖം കണ്ടു അത്രേ. പക്ഷെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രൂപത്തിന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് കണ്ണുണ്ടായിരുന്നില്ല. പകരം ഒരു കുഴിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങിയില്ല. ഈ അനുഭവം ആരോടും പറഞ്ഞിട്ടുമില്ല. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ഈ ഒരു കാര്യം പറഞ്ഞു. ആ സമയമായിരുന്നു മുത്തശ്ശി പണ്ട് അവിടെ നടന്ന മരണത്തിനെ പറ്റി പറഞ്ഞത്. വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സ്ഥലത്ത് ഒരു കുട്ടി മുങ്ങി മരിച്ചിരുന്നു. ഏകദേശം നിന്റെ പ്രായം ആ ഒരു കുട്ടിക്ക് ഉണ്ടാകും. കുറച്ചു കുട്ടികളുടെ റാഗിങ് കാരണമാണ് അവൻ മരിച്ചത് എന്ന് ചില പേര് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അതുകൂടാതെ അവന്റെ ബോഡിയും ആരും കണ്ടിട്ടില്ല. അവസാനമായിട്ട് അവിടെ കണ്ടത് അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ചായക്കടക്കാരനാണ്. സ്കൂളിന് ശേഷം ബാഗ് വിട്ട് യൂണിഫോമിൽ തന്നെ അവൻ ആ ഒരു തടാകത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടത് ആ ഒരു ചായക്കടക്കാരനാണ്. ഇപ്പോഴും അവൻ കാത്തു നിൽക്കുന്നുണ്ട്, ഇപ്പോഴും മറ്റൊരു ഇരയെ തേടി. ആ ദിവസം നമ്മൾ കണ്ടത് എൻ്റെ തോന്നലാണോവെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ തോന്നലുണ്ടാവുക? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളവിടെ പോകാൻ പാടില്ലായിരുന്നു.